നമസ്കാരം നമസ്കാരമാണ്. നമസ്കാരമില്ലാത്തവർക്ക് ഇസ്ലാമിൽ പങ്കില്ല എന്ന കാര്യം ഓർത്തുകൊള്ളണം. കോടികൾ കൊണ്ട് അമ്മാനമാടുന്നവരെ, നിങ്ങൾ എത്രത്തോളം സമ്പത്തുകൾ വലിച്ചെറിഞ്ഞാലും അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ കോടികൾ ചെലവഴിച്ചാലും അവർക്ക് നമസ്കാരമില്ലയോ, അവരുടെ സമ്പത്ത് കൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല, അവരുടെ സമ്പാദ്യം കൊണ്ട് അവർക്കൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമസ്കാരമില്ലാത്തവന് ഇസ്ലാമിൽ ഹല്ലില്ല. നബിയുനാ റസൂലുള്ളാഹി അമാ ലാ ഹല്ല ഫിൽ ഇസ്ലാമി മൻ തറക الصلاة. നമസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല, ഇസ്ലാമിൽ ഒരു അന്തസ്സുമില്ല, ഇസ്ലാമിൽ ഒരു മാനവുമില്ല തന്നെ. അവന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്ക് വരുമ്പോൾ അവൻ വല്ലാണ്ട് ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് സഹോദര, നമസ്കാരം നമ്മുടെ മർമ്മപ്രധാനമായ കാര്യമത്രേ. പള്ളിയിൽ നിന്ന് മധുരമായ ബാങ്കിന്റെ മൊഴി കേൾക്കുമ്പോൾ ഉറങ്ങരുതേ, ഉറങ്ങരുതേ, കടകൾ അടച്ചിടേണമേ, നേരെ പള്ളിയിലേക്ക് വരേണമേ, നമസ്കാരത്തിന് നിങ്ങൾ പങ്കാളിത്തം വഹിക്കണമേ. നമസ്കാരം കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങൾ വിട്ടുകൊണ്ട് പറയണമേ. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ ഫറഗ്ത മിന തശഹുദിൽ ആഖിർ, അവസാനത്തെ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞാൽ ഫല്യതഅവദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമേ, മറന്നു പോകരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ, ഒന്നാമത്തെ കാര്യം മിൻ അദാബി ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും, വമിൻ അദാബിൽ ഖബർ, രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞത് ഖബറിന്റെ ശിക്ഷയിൽ നിന്നും, മൂന്നാമത് മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന ഫിത്ന ഫസാദുകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണമേ. നാലാമത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാൽ എന്ന് പറയുന്ന ഒരു ഭീകരജീവി നമ്മളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അതാ അവൻ നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈമാനോടെ മരിക്കുന്നതിന് വേണ്ടിയും അവന്റെ ഫിത്ന ഫസാദുകളിൽ പെട്ടുപോകാതെ, അവന്റെ ഇരുമ്പഴികൾക്കുള്ളിൽ അവന്റെ കരാളഹസ്തങ്ങളിൽ പെട്ടുപോകാതെ, ഈമാൻ നശിച്ചു പോകാതെ സ്വർഗലോകത്തേക്ക് എത്തുന്നതിന് വേണ്ടി 4 കാര്യങ്ങൾ നിങ്ങൾ നമസ്കാരത്തിൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമേ. അള്ളാന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. നമസ്കരിക്കാത്തവർക്ക് എങ്ങനെ ചോദിക്കാനാണിത്? നമസ്കരിക്കുന്നവർക്ക് ഈ 4 ഫിത്നകളിൽ നിന്ന് അള്ളാഹു സൗകര്യം നൽകും. എല്ലാ നമസ്കാരത്തിന്റെ അവസാന തഹ്ഹിയാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ കാവൽ തേടണമേ. അല്ലാഹുമ്മഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. വിവാഹത്തിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ നമസ്കാരം ഒഴിവാക്കാൻ വഴിയില്ല സഹോദര. മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ നമസ്കാരം ഒഴിവാക്കാൻ ഒരു എക്സ്ക്യൂസും ഇസ്ലാമിലില്ല സഹോദര. യാത്രയുടെ പേരിൽ നമസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാമിൽ ഒരു എക്സ്ക്യൂസും ഇല്ല സഹോദര. പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു തരട്ടെയോ? കേൾക്കണേ, പഠിക്കണേ. നമസ്കാരത്തിനോട് ശ്രദ്ധയില്ലാത്ത യുവാക്കളെ, യുവതികളെ, സ്വർഗത്തിലേക്ക് പോകണ്ടയോ? ഖബറിൽ നിന്ന് രക്ഷ വേണ്ടയോ? അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين فويل للمصلين فويل للمصلين. നമസ്കാരക്കാരെ, നിങ്ങൾക്ക് നരകം. നമസ്കരിക്കുന്നവർക്ക് നരകം, നമസ്കാരക്കാർക്ക് നരകം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ.
നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്ന നമസ്കാരക്കാരെ അവർക്ക് നരകമാണ്. ഏത് നമസ്കാരക്കാർ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ അശ്രദ്ധ. എന്താണ് ഈ അശ്രദ്ധയുടെ അർത്ഥം? മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഐ അഖറുഹാ അൻ ഔഖാതിഹാ. കച്ചവടത്തിന്റെ പേരും പറഞ്ഞ്, കല്യാണത്തിന്റെ പേരും പറഞ്ഞ്, യാത്രയുടെ പേരും പറഞ്ഞ് നമസ്കാരത്തെ പിന്തിക്കുന്ന നമസ്കാരക്കാരാ, നമസ്കാരത്തെ പിന്തിക്കുന്ന സഹോദരാ, അവർക്ക് നരകമാണ്, നരകമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ മൊഴികളാണിത്.